ഹലോ ഗൈസ്, അപ്പോൾ നമുക്ക് ഇന്നൊരു ബ്ലൗസ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് അയക്കാറുണ്ട് എങ്ങനെയാണ് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന്. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു പാറ്റേണിൽ നിന്നും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ബാക്കിൽ ഒരു ത്രികോണ ഷേപ്പ് കൊടുത്തിട്ടായിരിക്കും കേട്ടോ നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കട്ടിങ് എങ്ങനെയാണെന്ന് വിത്തൗട്ട് എനി ഡിലേ നമുക്കിപ്പോൾ തന്നെ കടന്നേക്കാം. അതിന് വേണ്ടിയിട്ട് ഇത് വിത്ത് ബ്ലൗസാണ് കേട്ടോ, സാരിയുടെ വിത്ത് ബ്ലൗസാണ്. ഇത് 75 സെൻറ്റിമീറ്ററേ കിട്ടിയിട്ടുള്ളൂ. സാധാരണഗതിയിൽ നമ്മൾ 1 മീറ്ററാണ് കേട്ടോ ബ്ലൗസിന് വേണ്ടിയിട്ട് തുണി മുറിച്ചെടുക്കുന്നത്. ഇതിപ്പം സാരിക്ക് വീതിയുള്ള തുണി ആയതുകൊണ്ടും ഞാൻ നല്ല മെലിഞ്ഞതായതുകൊണ്ടും ഇതെനിക്ക് ഓക്കെ ആയിരിക്കും. സാധാരണ ഏതെങ്കിലും 1 മീറ്റർ തുണിയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ലൈനിങ് ആണ് നമ്മൾ ഫസ്റ്റ് കട്ട് ചെയ്യുന്നത്. കപ്പും കൂടെ നമ്മൾ ഇതിനകത്ത് അറ്റാച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ കപ്പും കൂടെ വയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് ഇതിന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ലൈനിങ് ആണ് കട്ട് ചെയ്യാൻ പോകുന്നത്. സൈഡ് സിബാണ് ഞാൻ വെക്കുന്നത്. നോർമൽ കട്ടിങ് നോർമൽ ബ്ലൗസ് അല്ല ചെയ്യുന്നത്, ബാക്ക് ഹുക്ക് ബ്ലൗസ് അല്ല ചെയ്യുന്നത്. നമ്മൾ സൈഡ് സിബർ വെച്ചിട്ടുള്ളൊരു മോഡേൺ ബ്ലൗസ് എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാവുന്ന പോലത്തെ ഒരു ബ്ലൗസാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ലൈനിങ് ആദ്യം തന്നെ 2 മടക്കിയിട്ടേക്കുവാണേ. കാരണം ഫ്രണ്ടും ബാക്കും ഒക്കെ നമ്മൾ സെപ്പറേറ്റ് ആണ് ഇതിന് ബ്ലൗസിനൊക്കെ വെട്ടിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ബാക്കിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം ഫസ്റ്റ് കട്ട് ചെയ്യുന്നത് ബാക്ക് പോർഷനാണ്. അപ്പോൾ ബാക്കിന് വേണ്ടിയിട്ട് നമ്മൾ 2 മടക്കിയിട്ടേക്കുവാണ്. അപ്പോൾ എത്ര ഇഞ്ച് വീതിയിലാണ് ഞാൻ മടക്കിയിട്ടേക്കുന്നതെന്ന് ഇപ്പോൾ നമുക്ക് കാണാം. നമുക്ക് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ട മെഷർമെൻറ്റുകളാണ് ഈ കാണുന്നത്. ബ്ലൗസിൻ്റെ ലെങ്ത് വേണം, ബസ്റ്റ് റൗണ്ട് വേണം, വേസ്റ്റ് റൗണ്ട് വേണം, ഷോൾഡർ വേണം, ഫ്രണ്ട് നെക്ക് വേണം. ഫ്രണ്ട് നെക്ക് ഞാൻ ഇവിടെ എടുത്തേക്കുന്ന 6ആണ്, ബാക്ക് നെക്ക് 2. കാരണം കയറിയ കഴുത്താണ് നമ്മൾ വയ്ക്കുന്നത്. ബാക്കിലൊരു ട്രയാങ്കിൾ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കയറിയ കഴുത്താണ് വെക്കുന്നത്. ട്രയാങ്കിളിൻ്റെ ഡെപ്ത് 7 ഇഞ്ചാണ്. സ്ലീവ് ലെങ്ത് 9.5 എടുത്തേക്കണം. സ്ലീവ് ഷേപ്പ് 9, 10, ആം റൗണ്ട് 13 ഇഞ്ച്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ബേസിക് ആയിട്ട് വേണ്ട ഒരു മെഷർമെൻറ്റുകൾ ഇതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് മാർക്കിങ്ങിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമ്മൾ മാർക്ക് ചെയ്യാൻ പോകുന്നത് ലൈനിങ്ങിലാണ്. ലൈനിങ്ങിന് വേണ്ടി ഞാനിവിടെ എടുത്തേക്കുന്നത് ക്രേപ്പിൻ്റെ തുണിയാണ്. ഇത് ജോർജറ്റ് ആയതുകൊണ്ടാണ് ക്രേപ്പിൻ്റെ തുണി എടുത്തേക്കുന്നത്. മറ്റുള്ള തുണികളൊക്കെ വരുന്ന കേസിൽ നമ്മൾ കോട്ടൺ ലൈനിങ് ആയിരിക്കും കേട്ടോ എടുക്കുന്നത്. അപ്പോൾ പ്രൊസീജിയർ ഇത് തന്നെയായിരിക്കും. മടക്കിയിടുന്ന രീതിയും കട്ടിങ് രീതിയൊക്കെ ഇത് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ 2 മടക്കി ഇട്ടിട്ടുണ്ട്. 2 മടക്കി ഇട്ടേക്കുന്നത് ഏത് വീതിയിലാണെന്ന് വെച്ചാൽ 10.5 ഇഞ്ചാണ് കേട്ടോ. ഞാനിവിടെ 2 മടക്കിയിട്ടേക്കുന്നതിൻ്റെ വീതി. അപ്പോൾ ഒരു സൈഡിൽ തേര് ഞാൻ താഴത്തേക്കാണ് എടുത്തേക്കണേ. അപ്പോൾ ഒരു സൈഡിൽ 10.5 ഇഞ്ച് വരുന്ന തരത്തിൽ ഞാനിപ്പോൾ ഇവിടെ മടക്കിയിട്ടേക്കുവാണേ. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ ഈ 10.5 ഇഞ്ച് മടക്കിയിട്ടതിന് ശേഷം ഇവിടെ ഈ താഴത്തൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ആദ്യം തന്നെ നമുക്കിവിടെ സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ കൊടുക്കണം കേട്ടോ. ഇപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ തയ്യൽ തുമ്പാണ് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ബാക്കിൻ്റെ തയ്യൽ തുമ്പ് അതിനൊരു 1/2 ഇഞ്ചൊക്കെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ബാക്കിൻ്റെ തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട് ഒരു 1/2 ഇഞ്ച് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ബ്ലൗസിൻ്റെ ലെങ്ത് നോക്കണം. ബ്ലൗസിൻ്റെ ലെങ്ത് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഞാനിവിടെ എടുത്തേക്കുന്ന ബ്ലൗസിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 13.5 ഇഞ്ചാണ്. പക്ഷേ എനിക്കിത് ഫ്രണ്ട് ലെങ്താണ് 13.5 ഇഞ്ച്. ബാക്കിൽ എനിക്ക് 13 ഇഞ്ച് മതി. 13 ഇഞ്ച് മതി. അപ്പോൾ ഞാൻ ബാക്കിന് ഇങ്ങനെയാണ്. നമ്മൾ ബാക്കിൻ്റെയും ഫ്രണ്ടിൻ്റെയും ലെങ്ത് സെപ്പറേറ്റ് എടുത്താലും കുഴപ്പമില്ല കേട്ടോ. ഇനിയിപ്പം നമുക്കത് ചെയ്യാൻ പറ്റും. എത്രയാണോ ലെങ്ത് നമ്മൾ എടുക്കുന്നത് അതിനകത്തുനിന്ന് ഒരു 1/2 ഇഞ്ചൊക്കെ കുറച്ച് മതിയാവും എപ്പോഴും ബാക്കിൽ വരുന്നത്. പിന്നെ നല്ല വണ്ണമുള്ളവരുടെ കേസിൽ ബാക്കിൽ മുതുകൊക്കെ ഉള്ളവരുടെ കേസിൽ ബാക്കിൽ ലെങ്ത് വേണം കേട്ടോ. ഇത് മെലിഞ്ഞവരുടെ കേസിൽ മാത്രമാണ് ഈ ബാക്കിൽ കുറച്ച് കുറവ്, ഒരു 1/2 ഇഞ്ച് കുറവെടുക്കേണ്ടത്. 13 ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു. 13 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം അവിടെയും നമ്മളൊരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കുകയാണ്. ഞാനിവിടെ മാർക്ക് ചെയ്യാൻ യൂസ് ചെയ്തേക്കുന്നത് അയൺ ചെയ്യുമ്പോൾ മാഞ്ഞു പോകുന്ന പെൻസിലാണ്. വൈറ്റിൽ പ്രത്യേകം നമ്മൾ അങ്ങനത്തെ പെൻ കൊണ്ട് വേണം കേട്ടോ മാർക്ക് ചെയ്യാനായിട്ട്. ഇല്ലെങ്കിൽ വൈറ്റിൽ നിന്ന് നമുക്ക് ചോക്കിൻ്റെ പാടൊന്നും മായ്ച്ച് കളയാൻ പറ്റത്തില്ല. ഭയങ്കര വൃത്തികേടായിരിക്കും പിന്നീട് ചെയ്യുമ്പോൾ. നമ്മൾ ഈ സാധനം ടാഗ് ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ. ഇപ്പം നമ്മൾ ഇവിടെ 13 ഇഞ്ച് മാർക്ക് ചെയ്തു. 13 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തതിന് ശേഷം മേളിലേക്ക് നമുക്ക് സീം അലവൻസ് ഇട്ട് കൊടുത്തേക്കാണ് കേട്ടോ 1/2 ഇഞ്ച്. 1/2 ഇഞ്ച് പിന്നെ നമ്മൾ ഷോൾഡറിൻ്റെ അവിടുത്തെ കഴുത്തിൻ്റെ അവിടെ ഷോൾഡർ കൂട്ടാനുള്ള തയ്യൽ തുമ്പ് 1/2 ഇഞ്ച് അതിൻ്റെ മേളിലേക്ക് 13 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ മേളിലേക്ക് 1/2 ഇഞ്ചും കൂടെ നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തു കേട്ടോ. ഇനിയാണ് നമ്മൾ ഷോൾഡറാണ് ഇനി അടുത്തതായിട്ട് മാർക്ക് ചെയ്യാൻ പോകുന്നത്. ഷോൾഡർ എന്ന് പറയുന്നത് എൻ്റെ ഷോൾഡർ 12.5 ഇഞ്ചാണ് എൻ്റെ ഷോൾഡർ. അപ്പോൾ 12.5 ഇഞ്ച് ഹൈ നെക്കാണ് 2 ഇഞ്ച് കുറയ്ക്കുന്നുള്ളൂ ഇതിനകത്തുനിന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഫുൾ ഷോൾഡറും എടുക്കും കേട്ടോ. അപ്പോൾ ഷോൾഡർ എൻ്റെ 12.5 ഇഞ്ച് ആയതുകൊണ്ട് 12.5 ഡിവൈഡഡ് ബൈ 2
6.25 ആണ് വരുന്നത്. നമ്മൾ ഇത് ഹൈ നെക്ക് വരുന്ന കേസിലെല്ലാം നമ്മൾ നമ്മുടെ ഫുൾ ഷോൾഡർ എടുക്കും. അപ്പം 6.25 തന്നെ നമുക്കിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ 6.25 ഇത് തന്നെ യൂസ് ചെയ്യണം എന്നില്ല. ഈ 25 കുറച്ചിട്ട് 6 ഇഞ്ച് മാർക്ക് ചെയ്താലും ഓക്കെ ആയിരിക്കും. പക്ഷേ ഞാൻ എപ്പോഴും 25 കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കാറുണ്ട്. ഇൻ കേസ് എന്തെങ്കിലും ആവശ്യം വന്നാലോ എന്നോർത്ത് അധികമായിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ തയ്യൽ തുമ്പാണ് കേട്ടോ അത്. എന്നും പറഞ്ഞു അധികമായിട്ട് ഒരുപാടൊന്നും ഇട്ട് കൊടുക്കരുത്. ഒരു 25 സെൻറ്റിമീറ്ററൊക്കെ അധികം അല്ല, സെൻറ്റിമീറ്റർ 25 ഒരു 4 ഇഞ്ചൊക്കെ എക്സ്ട്രാ ഇട്ട് കൊടുക്കുന്നതിൽ വിരോധം ഉണ്ടാവില്ല. അത് പക്ഷേ നോക്കി നമ്മൾ മാറ്റണം. ലാസ്റ്റ് എക്സ്ട്രാ വരുന്നത് നമ്മൾ നോക്കി മാറ്റണം കേട്ടോ. അപ്പം 6.25 നമ്മളിത് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നമ്മുടെ കഴുത്തകലം മാർക്ക് ചെയ്ത് കൊടുക്കണം. കഴുത്തകലം ഞാനിവിടെ കൊടുക്കാൻ ഉദ്ദേശിച്ചേക്കുന്നത് 3.5 ഇഞ്ചാണ്. 3.5 ഇഞ്ചാണ് ഞാനിവിടെ കഴുത്തകലം എടുക്കാൻ വേണ്ടി മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതിവിടെ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചതിന് ശേഷം ഈ 1/2 ഇഞ്ച് നമ്മൾ ഷോൾഡർ സ്ലോപ്പ് കൊടുക്കുവാണ് കേട്ടോ. കാരണം ഹൈനെക്ക് ആയതുകൊണ്ട് നമുക്ക് സ്ലോപ്പ് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. സ്ലോപ്പ് മസ്റ്റായിട്ട് നമ്മൾ കൊടുത്തിരിക്കണം. 1/2 ഇഞ്ച് നമ്മൾ സ്ലോപ്പ് കൊടുത്തതിന് ശേഷം താഴത്തേക്ക് നമ്മൾ ആം ഹോൾ മാർക്ക് ചെയ്യാൻ പോവാണ്. ആം ഹോൾ നമ്മൾ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. എല്ലാ ചില ഡ്രസ്സുകൾ ഇപ്പോൾ ഹൈനെക്ക് വരുന്ന കേസിൽ നെക്കിൻ്റെ ഡെപ്ത്ത് മാറുന്നതിനനുസരിച്ച് നമ്മുടെ ആം ഹോളും ചേഞ്ച് വരും. അപ്പോൾ അത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് ഇപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ നമ്മളൊരു 7 ഇഞ്ച് നമുക്കിപ്പോൾ മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആം ഹോൾ മാർക്ക് ചെയ്യുന്ന സമയത്ത് ഇനി ഇവിടുന്ന് വേണം മാർക്ക് ചെയ്യാനായിട്ട്. ഇത് നമ്മുടെ കട്ട് ചെയ്ത് പോകുന്ന പോർഷൻ അല്ലേ, അപ്പോൾ അത് നമ്മൾ കൂട്ടരുത്. ഇവിടുന്ന് വേണം നമ്മൾ 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. 7 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇങ്ങോട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഈ ബാലൻസ് ഇങ്ങനെ എൽ ഷേപ്പിൽ അങ്ങോട്ട് വരച്ചങ്ങോട്ട് ഇടണം. അതിനുശേഷം നമ്മൾ ഇങ്ങനെ എൽ ഷേപ്പിൽ വരച്ചതിന് ശേഷം നമ്മൾ പിന്നീട് നമ്മൾ അടുത്തതായി ചെയ്യേണ്ടത് ചെസ്റ്റാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ചെസ്റ്റ് എൻ്റെ 30 ഇഞ്ചാണ് എൻ്റെ ചെസ്റ്റ്. അപ്പോൾ 30/4 ചെയ്യണം. 4 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഈ 4 എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ് കേട്ടോ, മാറത്തില്ല. അപ്പോൾ /4 കൊടുക്കണം. എല്ലാവരുടെയും കേസിൽ /4 ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ എനിക്ക് കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 7.5 ആണ്. ഇതിൻ്റെ കൂടെ ഒരു 1/2 ഇഞ്ച് നമ്മൾ ലൂസും കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ എത്രയാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്? 8 ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. 1/2 ഇഞ്ച് ലൂസും കൂടെ ചേർത്ത് 8 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കും. അതിനുശേഷം തയ്യൽ തുമ്പായിട്ട് ഞാൻ എപ്പോഴും എൻ്റെ ബ്ലൗസിലെല്ലാം 2 ഇഞ്ചാണ് തയ്യൽ തുമ്പ് കൊടുക്കാറ്. 2 ഇഞ്ച് കൊടുക്കണമെന്ന് താല്പര്യമുള്ളവർ മാത്രം കൊടുത്താൽ മതി. അല്ലാത്ത പക്ഷം കൊടുക്കണമെന്ന് ഒരു നിർബന്ധമില്ല. ബ്ലൗസിന് വളരെ കുറവ് തയ്യൽ തുമ്പ് കൊടുക്കണം എന്നാണ് പറയണത്. കാരണം അതിൻ്റെ ഫിറ്റിങ്ങിനെ അത് ബാധിക്കും. 1 ഇഞ്ചോ 1.5 ഇഞ്ചോ ഒക്കെ മാക്സിമം കൊടുത്താൽ മതിയാവും. പക്ഷെ ഞാൻ 2 ഇഞ്ച് കൊടുക്കാറുണ്ട്. 2 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇനി അടുത്തതായിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് വേസ്റ്റിൻ്റെ പോർഷനാണ്. അപ്പോൾ എൻ്റെ വേസ്റ്റിൻ്റെ മെഷർമെൻ്റ് എന്ന് പറയുന്നത് 24 ആണ് കേട്ടോ, വേസ്റ്റ് റൗണ്ട്. അപ്പോൾ 24/4 കൊടുക്കണം. അപ്പോൾ 6 ആണ് കിട്ടുന്നത്. ഞാൻ വേസ്റ്റിൻ്റെ പോർഷനിൽ മാത്രമേ ലൂസ് കൂട്ടാറില്ല കേട്ടോ. അപ്പോൾ 6 ഇഞ്ച് അങ്ങനെ തന്നെ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം 2 ഇഞ്ച് ഇവിടെയും നമ്മൾ തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ഇങ്ങനെ 2 സ്ട്രെയിറ്റ് വര കൊടുക്കുക, സ്ലാൻഡിങ് ലൈൻ കൊടുക്കുക കേട്ടോ. സ്ട്രെയിറ്റ് അല്ല, ചരിച്ച് ഇതുപോലെ ആ 2 മാർക്കിങ്ങും കൂടെ യോജിപ്പിച്ച് വര കൊടുക്കാം. ഇനി നമ്മൾ ആം ഹോൾ കർവ് യൂസ് ചെയ്യണം. ഇനി നമുക്ക് നമ്മുടെ ആം ഹോൾ ഇവിടെ തന്നെയാണോ വരണമെന്ന് ഉറപ്പൊന്നുമില്ല. പക്ഷേ അതിന് മുന്നേ നമ്മളത് കണ്ടുപിടിക്കണം എങ്ങനെയാണെന്ന്. അപ്പോൾ അതിനിപ്പോൾ 7 ഇഞ്ചിൻ്റെ നേർ പകുതിയിൽ കൊണ്ടുവന്ന് ഒരു മാർക്കിങ് കൊടുക്കണം. അപ്പോൾ അതൊരു 3.5 ഇഞ്ചായിരിക്കും. 3.5 കൊണ്ടുവന്ന് ഇങ്ങനെ ഒരു പോയിൻ്റ് കൊടുക്കണം. അതിനുശേഷം ഈ പോയിൻറ്റും ടച്ച് ചെയ്ത് നിൽക്കുന്ന പോലെ ഈ ആം ഹോൾ കർവ് ഇങ്ങനെ വെച്ച് കൊടുക്കണം. ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് വരച്ചു കൊടുക്കാം. നമ്മൾ വരച്ചതിന് ശേഷം നമ്മുടെ ആം റൗണ്ട് ഇവിടെ കിട്ടിയേക്കുന്നത് 13 ഇഞ്ചാണ് എൻ്റെ ആം റൗണ്ട്. അപ്പോൾ 13ൻ്റെ കൂടെ 1 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യണം. അപ്പോൾ 14/2 കൊടുക്കണം. അപ്പോൾ 7 ഇഞ്ചാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ആം ഹോളിൻ്റെ ഈ ഒരു റൗണ്ട് നമുക്ക് 7 ഇഞ്ച് കിട്ടണം. അപ്പോൾ അത് നമുക്ക് കിട്ടുന്നുണ്ടോ എന്ന് അളന്ന് നോക്കണം. ഇത് ഒഴിവാക്കിയിട്ട് വേണം അളക്കാനായിട്ട്. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്ത് കളയുന്നത് കൊണ്ടാണ് ഇവിടെ ഒഴിവാക്കുന്നത്. അല്ലാത്ത പക്ഷം നമ്മൾ തയ്യൽ തുമ്പ് ഒഴിവാക്കില്ല കേട്ടോ. മീൻസ് ഇവിടുത്തെ തയ്യൽ തുമ്പ് വരുന്നത് ഇങ്ങനെയായിരിക്കും. ഇതാണ് തയ്യൽ തുമ്പായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ തയ്യൽ തുമ്പും കൂടെ ഉൾപ്പെടെയാണ് കൂട്ടുന്നത്. ഇങ്ങനെ വെച്ച് നോക്കുമ്പം 7.5 കിട്ടി. അപ്പോൾ നമുക്കിത് കൂടുതലാണ്. അപ്പോൾ നമുക്കിത് കുറയ്ക്കണം. അപ്പോൾ നമ്മൾ ആം ഹോളിൻ്റെ ഡെപ്ത്ത് കുറയ്ക്കണം. അപ്പോൾ നമ്മൾ 6.5 മാറ്റണം. ഇങ്ങനെയാണ് നമ്മൾ ആം ഹോൾ കണ്ടുപിടിക്കുന്നത് കേട്ടോ, കറക്റ്റ് ആണോ എന്നറിയാനായിട്ട്. കൂടുതലാകുമ്പം കുറയ്ക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് കൊടുക്കുകയാണേ.
അപ്പോൾ നമ്മൾ നേരത്തെ മാർക്കിംഗ് എല്ലാം ഇങ്ങോട്ടേക്ക് മാറ്റി. അതിനുശേഷം ഇവിടെ 6.5യുടെ പകുതി എടുക്കണം. വൺസ് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മെഷർമെൻറ്റൊക്കെ കാണാപ്പാടായിരിക്കും കേട്ടോ. എനിക്ക് വേണ്ടി തയ്ക്കുന്നത് വളരെ കുറവാണ്, അപ്പോൾ ഞാൻ മറന്നു പോകുന്നതാണ് എൻ്റെ ആം റൗണ്ടൊക്കെ എത്രയാണെന്ന്. ഇനി നമുക്ക് 7 ഇഞ്ച് ഉണ്ടോ എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് കറക്റ്റ് 7 ഇഞ്ച് കിട്ടി കേട്ടോ. അപ്പോൾ നമുക്ക് അതിൽ തന്നെ തുടരാം. ഇനി നമ്മൾ നെക്കാണ് അടുത്തായിട്ട് മാർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 3.5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഹൈനെക്കാണെന്ന് പറഞ്ഞു. അപ്പോൾ ഹൈനെക്കിൻ്റെ ഡെപ്ത് താഴത്തേക്കുള്ളത് 2 ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്തേക്കണത്. അപ്പോൾ 2 ഇഞ്ചിന് നമ്മളിവിടെ ഒരു സ്ക്വയർ ഷേപ്പ് വരച്ചു കൊടുക്കണേ. ഓക്കെ, നമ്മളിവിടെ 2 ഇഞ്ചിൻ്റെ മാർക്ക് ചെയ്തതിന് ശേഷം കഴുത്തകലം 3.5 ഇഞ്ചും 2 ഇഞ്ചും കൊണ്ട് നമ്മൾ മാർക്ക് ചെയ്തതിന് ശേഷം എന്താ ഇതുപോലെ നമ്മൾ നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഞാൻ അധികം അങ്ങോട്ട് ബെൻഡ് ആവാത്ത പോലത്തെ ഒരു ഇങ്ങനൊരു ഒടിവ് കൊടുക്കുന്നില്ല, ജസ്റ്റ് നൈസിന് ഇങ്ങനെ അങ്ങോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ നമ്മൾ എക്സ്ട്രാ ഇങ്ങോട്ടൊന്നും പീസൊന്നും എടുക്കാത്തത് നമ്മൾ സിബ് കൊടുക്കുന്നതുകൊണ്ടാണ് കേട്ടോ. സൈഡ് സിബ്ബർ കൊണ്ടാണ് നമ്മൾ സിബിൻ്റെ ക്ലോഷർ കൊടുക്കുന്നത്. അപ്പോൾ അത് നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ബാക്കിലൊരു ത്രികോണം മാർക്ക് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ ത്രികോണം ഇതിൽ കട്ട് ചെയ്യുന്നില്ല, നമ്മൾ ക്യാൻവാസിലാണ് ത്രികോണം വെച്ച് മറയ്ക്കുന്നത്. ജസ്റ്റ് ഒന്ന് മെഷർമെൻറ്റ് ഇവിടെ ഒന്ന് കാണിച്ചു തരാം. ജസ്റ്റ് ത്രികോണം ഇവിടെ ആയിരിക്കും വരുന്നത്, നമ്മളൊന്ന് വരച്ച് നോക്കിയതാട്ടോ. ഇതെങ്ങനെയാണ് കറക്റ്റായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത് ഇനി ക്യാൻവാസിലാണ്. അത് അവിടെ വെച്ച് നമ്മൾ കാണിച്ചു തരാം കേട്ടോ, എവിടെയാണ് നമ്മൾ കട്ട് ചെയ്ത് വെക്കുന്നത്. പക്ഷേ ഇവിടെ ആയിരിക്കും നമ്മുടെ ഓപ്പൺ വരുന്നത്. അത് ജസ്റ്റ് നിങ്ങൾക്ക് മാർക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ നോക്കിക്കോളൂ. മെഷർമെൻറ്റ് ഒരു 3.25 ഇഞ്ചായിരിക്കും കേട്ടോ. ഇവിടെ മേളിൽ നിന്ന് 3.25 ഇഞ്ചിൻ്റെ മാർക്കിങ് കൊടുത്തു. ഏറ്റവും മേളിൽ നിന്ന് 8 ഇഞ്ച് താഴത്തേക്ക് ഡെപ്ത് കൊടുത്തു. പിന്നെ ത്രികോണത്തിൻ്റെ വീതി എന്ന് പറയുന്നത് ഒരു 4.25 ഇഞ്ചാട്ടോ ഞാൻ കൊടുത്തേക്കണത്. ഒരു 4 ഇഞ്ച് ത്രികോണത്തിൻ്റെ വീതി. അപ്പം ടോട്ടൽ തുറന്നു കഴിയാൻ നേരത്തെ ഒരു 8 ഇഞ്ച് വലിപ്പം നമുക്ക് ത്രികോണത്തിൻ്റെ താഴത്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഒരു 4 ഇഞ്ച് താഴത്ത്. എന്നിട്ട് ഇവിടെ മാർക്ക് ചെയ്തേക്കുന്ന ഈ 2 മാർക്കിങ്ങും കൂടെ ചേർത്ത് നമ്മൾ ഇങ്ങനൊരു ഷേപ്പും കൂടെ വരച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ത്രികോണം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ്. ഇനിയിപ്പോൾ ബാക്ക് പോർഷൻ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ബാക്ക് പോർഷൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ത്രികോണത്തിൻ്റെ സൈസ് നിങ്ങളുടെ ഇഷ്ടം കേട്ടോ. ഇതിപ്പോൾ എൻ്റെ ഇഷ്ടത്തിലാണ് ഞാൻ മാർക്ക് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പും കൊടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചേക്കണം എല്ലാം കട്ട് ചെയ്യുവാണ്. ഇത് മാറിപ്പോകരുത്. കറക്റ്റ് മെഷർമെൻറ്റ് ഏതാണെന്ന് നമ്മൾ എടുത്തേച്ചും മറ്റേത് ഇങ്ങനെ ഇൻറ്റു വരച്ചിട്ടാൽ മതി. അന്നേരത്തേന് നമുക്ക് മനസ്സിലാവും. നമ്മൾ നെക്ക് ഇവിടെ കട്ട് ചെയ്യുന്നുണ്ട്. കാരണം ബാക്ക് നെക്ക് ഞാൻ ക്യാൻവാസ് അല്ല ക്രോസാണ് വെക്കാൻ പോണത് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. ക്യാൻവാസാണ് നിങ്ങളിവിടെ വെക്കുന്നതെങ്കിൽ ഈ നെക്ക് കട്ട് ചെയ്യരുത് കേട്ടോ. ബാക്ക് പോർഷൻ കിട്ടി. ഇതെല്ലാം അയൺ ചെയ്യുമ്പോൾ ഈ തെറ്റി ഇങ്ങനെ കൊളാബറേഷൻ ആയിട്ടിരിക്കണമെല്ലാം അയൺ ചെയ്യുമ്പോൾ പൊക്കോളും കേട്ടോ. ഇനി നമ്മൾ ഫ്രണ്ട് പോർഷനാണ് മാർക്ക് ചെയ്യുന്നത്. ബാക്കിൽ നിന്ന് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടാണ് ഫ്രണ്ട് പോർഷൻ മാർക്ക് ചെയ്യുന്നത്. കാരണം ഫ്രണ്ടിൽ നമുക്ക് പ്രിൻസസ് കട്ട് വരും. അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ആദ്യം തന്നെ ഞാൻ ഷോൾഡറിൻ്റെ ഇവിടുത്തെ വരുന്ന ലൈൻസ് ഇട്ടിട്ടുണ്ട്. തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട് വരുന്ന അരേഞ്ച് ഇട്ടിട്ടുണ്ട്. അതിട്ടത് കൊടുത്തതിന് ശേഷം താഴത്തേക്ക് 13.5 ഇഞ്ചാണ് ബ്ലൗസിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. 13.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നേരത്തെ നമ്മൾ 1/2 ഇഞ്ചാണ് ബാക്കിൽ താഴത്തേക്ക് സീം അലവൻസ് ഇട്ടതെങ്കിൽ ഞാൻ ഇവിടെ ഇപ്പോൾ ഒരു 2 ഇഞ്ചോളം താഴത്തേക്ക് സീം അലവൻസ് കൊടുക്കുന്നുണ്ട്. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ പ്രിൻസസ് ലൈൻ ജോയിൻ ചെയ്ത് കഴിയാൻ നേരം ചിലപ്പോൾ ഒരു ശകലം ഏറ്റക്കുറച്ചിൽ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് കിട്ടിക്കഴിഞ്ഞ് നമുക്ക് കറക്റ്റ് തയ്യൽത്തുമ്പോൾ ലാസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ ഇടുന്നതാണ് കേട്ടോ. അപ്പം 2 ഇഞ്ച് താഴത്തേക്കുള്ള ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ പഴയ പോലെ തന്നെ ഷോൾഡർ 6.25 ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. 6.25 ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്തതിന് ശേഷം താഴത്തേക്ക് നമ്മൾ 6.5 ഇഞ്ചായിരുന്നു നേരത്തെ. അല്ലേടി 6.5 ഇഞ്ചല്ലേ? 7 ഇഞ്ച്. ഓക്കെ, 6.5. ഓക്കെ, 6.5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തത്. അപ്പോൾ ഇവിടുത്തെ ഈ 1/2 ഇഞ്ചും കൂടെ കഴിഞ്ഞിട്ട് 7 ഇഞ്ച് നമ്മൾ താഴത്തേക്ക് ഡെപ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യമേ തന്നെ 3.5 ഇഞ്ച് കഴുത്തകലം മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. 3.5 ഇഞ്ച് കഴുത്തകലം മാർക്ക് ചെയ്തതിന് ശേഷം നമ്മളിവിടെ ഷോൾഡർ സ്ലോപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഷോൾഡർ സ്ലോപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം താഴത്തേക്ക് നമ്മൾ 6.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഓക്കെ ആയില്ലേ? 6.5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു.
പിന്നെ ഈ ജോർജറ്റും ക്രേപ്പും ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഞാൻ 6.5 ഇഞ്ചിന് പകരം നമ്മൾ ബാക്കിൽ 6.5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തത്. അപ്പം ഇവിടെ നമ്മൾ കറക്റ്റ് 6.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കില്ല, 6 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഈ ഇങ്ങനത്തെ തുണികൾ, അതായത് ക്രേപ്പ് ജോർജറ്റൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഞാൻ ഫ്രണ്ടിൽ 1/2 ഇഞ്ച് കുറച്ചായിരിക്കും എടുക്കുന്നത് ആംഹോൾ. കാരണം ഇത് ചിലപ്പം ഒന്ന് തുറന്ന് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും അധികം ആംഹോൾ കൂടുതലായിട്ട് വരും. അങ്ങനെ വരാതിരിക്കാൻ 1/2 ഇഞ്ച് കുറച്ചാണ് എപ്പോഴും മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു 6 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ലൈൻ ചെറുതായിട്ടൊന്ന് വളഞ്ഞു പോയി ഗൈസ്, ക്ഷമിക്കുക എന്നോട്. അതിന് നമുക്ക് ചെസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ചെസ്റ്റ് അല്ല, ബസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നതിന് മുമ്പ് 30/4 7.5 നമുക്ക് കിട്ടുന്നത്. ഇതിൽ നമ്മൾ 1/2 ഇഞ്ച് ലൂസ് ആഡ് ചെയ്യുന്നില്ല. ഈ പോർഷനിൽ നമ്മൾ 7.5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. കറക്റ്റ് 7.5 ഇഞ്ചിന് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. തയ്യൽ തുമ്പ് 2 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമ്മൾ ആം ഹോൾ കർവ് യൂസ് ചെയ്തിട്ട് ഇതുപോലെ നേരത്തെ നമ്മൾ മാർക്ക് ചെയ്ത പോലെ തന്നെ ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മളൊരു മാർക്കിങ് കൊടുക്കണം. എന്നിട്ട് അതിൽ മുട്ടിച്ച് വെച്ച് ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ആം ഹോളോടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ പ്രിൻസസ് ലൈനാണ് മാർക്ക് ചെയ്യാൻ പോകുന്നത്. പ്രിൻസസ്സിന് വേണ്ടിയിട്ട് 3 ഇഞ്ച്, ഇത് ഇവിടുത്തെ മെഷർമെൻ്റ് എന്ന് പറയുന്നത് 30 ഇഞ്ച് ബസ്റ്റ് സൈസ് ഉള്ളവർക്കാണ് ഈ 3 ഇഞ്ച് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. ഇപ്പോൾ 30ക്ക് മുകളിലേക്ക് പോകുന്നതോറും ഇപ്പം 32 വരെയൊക്കെ നമുക്ക് ഈ സെയിം മെഷർമെൻറ്റ് യൂസ് ചെയ്യാം. 34 മുതലൊരു 3.25 ഇഞ്ചാക്കണം. 34 വരുന്ന കേസിൽ 3.25 ഇഞ്ചാക്കണം. പിന്നെ 34ന് മേളിലേക്ക് ഒരു 39 ഒക്കെ വരുന്ന കേസിൽ 3.5 ആയിരിക്കും കേട്ടോ ഇവിടുത്തെ മെഷർമെൻറ്റ് വരുന്നത്, ഇവിടുത്തെ ഈ ഒരു അകലം വരുന്നത്. ഇപ്പോൾ എൻ്റെത് മെഷർമെൻ്റ് എന്ന് പറയുന്നത് 3 ഇഞ്ചാണ്. 30 സൈസ് വരുമ്പോൾ 3 ഇഞ്ച്. അപ്പോൾ ഇവിടെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമ്മൾ ഈ 1 2 3 എന്നുള്ള സംഭവം ഇങ്ങനെ കൊണ്ടുവന്ന് വയ്ക്കണം. 1 2 3. ഇത് ജസ്റ്റ് ഒരു ക്രോപ്പ് ടോപ്പ് തയ്ക്കുന്ന ഒരു മൈൻഡിൽ വേണം കേട്ടോ കാണാനായിട്ട്. അല്ലാതെ ഇത് പ്രൊഫഷണൽ കട്ടിങ് രീതിയൊന്നുമല്ല, ജസ്റ്റ് ഞാൻ ചെയ്യുന്ന രീതികളാണ് ഇങ്ങനെയൊക്കെ. ഇപ്പം പ്രൊഫഷണൽ അല്ലാന്ന് എനിക്ക് തന്നെ അറിയാം, കാരണം ഞാൻ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലും പോയി പഠിച്ചിട്ടില്ല. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്നേ ഉള്ളൂ കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും. അപ്പോൾ അതേ 1 2 3 എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്ന് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചു. ഇനി നമ്മൾ ഈ 2ൻ്റെ അവിടെ നമ്മുടെ 4 ഇഞ്ചായിരിക്കും കേട്ടോ വരുന്നത് കറക്റ്റ്. അപ്പോൾ അത് നമ്മൾ അടയാളപ്പെടുത്തി എടുത്തു. ഇനി നമ്മൾ ബസ്റ്റ് പോയിൻ്റാണ് മാർക്ക് ചെയ്യാൻ പോകുന്നത്. ബസ്റ്റ് പോയിൻറ്റിന് നമ്മൾ ഈ ഷോൾഡറിൽ കൊണ്ടുവന്ന് വയ്ക്കണം. എന്നിട്ട് തയ്യൽ തുമ്പ് ഒഴിവാക്കിയതിന് ശേഷം നമ്മൾ 9.5 ഇഞ്ചിലാണ് മാർക്ക് ചെയ്യുന്നത്. ഈ 9.5 ഇഞ്ച് എന്ന് പറയുന്നത് ഒരു നോർമൽ ഹൈറ്റൊക്കെ ഉള്ളവരുടെ കേസിലാണ് 9.5 ഇഞ്ച് വരുന്നത്. നല്ല ഹൈറ്റൊക്കെ വരുമ്പോൾ 10 ഇഞ്ചും 10.5 ഇഞ്ചും ഒക്കെ ആയിട്ട് അത് മാറും. അത്യാവശ്യം ഹൈറ്റ് ഉള്ളവർക്ക് 10 ഇഞ്ച് മതിയാവും. പിന്നെ ഹൈറ്റ് വരുന്നവർക്ക് 10.5 ഇഞ്ചിലായിരിക്കും കേട്ടോ ഈ പോയിന്റ് വരുന്നത്. എന്നാലും നോർമലായിട്ടുള്ള ഏകദേശം നോർമലായിട്ടുള്ള ആൾക്കാർക്കൊക്കെ 9.5 ഇഞ്ച് മതിയാവും. നമുക്ക് 9.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ബസ്റ്റ് പോയിന്റ്. അതിനുശേഷം ഈ മാർക്ക് ചെയ്തേക്കുന്നത് 4 ഇഞ്ച് തന്നെ അല്ലേ നമ്മൾ കൺഫേം ചെയ്യണം. അപ്പോൾ 4 ഇഞ്ചിൻ്റെ ഇവിടെ ഇങ്ങനെ ഒരു പോയിന്റ് കൊടുക്കണം. ഇവിടുന്ന് 4 ഇഞ്ച്, ഇവിടുന്ന് 9.5 ഇഞ്ച്. ഇനി ഇത് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ഈ ലൈൻ വരച്ചു കൊടുക്കണം. വരച്ചു കൊടുത്തതിന് ശേഷം ഇങ്ങോട്ട് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കണം. ഇങ്ങോട്ട് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കണം. ഇനി നമ്മൾ നമ്മുടെ ഇവിടുത്തെ ആം ഹോളിൻ്റെ അവിടുത്തെ ഒരു ടക്ക് പോയിൻ്റ് കണ്ടുപിടിക്കണം. അത് നമുക്കൊരു സെൻറ്റർ പോർഷൻ, ഇപ്പോൾ ഇത് ഫുള്ള് നമ്മൾ മെഷർ ചെയ്ത് നോക്കണം. ഒരു 8.5 ഇഞ്ചൊക്കെ അല്ലേ വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സെൻറ്റർ പോർഷനിലായിട്ടായിരിക്കും നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഒരു 5.5ലാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. 5 ഇഞ്ച് മതി. അപ്പോൾ ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഒരു 5 ഇഞ്ചിലാണ്. നമുക്ക് 5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യാം. 5 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് ഒരു കർവ് പോലെ വരച്ച് യോജിപ്പിക്കുക കേട്ടോ. ഇങ്ങനെ യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ ഇവിടെ ഒരു ഡാർട്ട് പോലെ നമ്മൾ ഇട്ട് കൊടുക്കും. അതിന് വേണ്ടിയിട്ട് ഒരു 1/2 ഇഞ്ചിൽ ഒരു 1/4 ഇഞ്ചൊക്കെ മതിയാവും നമ്മൾ ഡാർട്ട് പിടിക്കാനായിട്ട്. നമ്മൾ ഈ 5.5യുടെ മേളിലേക്ക് നമ്മൾ ഡാർട്ടിനും കൂടെ വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കറക്റ്റ് ഒരു 4.5 ഇഞ്ചാണ് ശരിക്കും നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തേക്കുന്നത്.
ഇതിപ്പോൾ നമ്മൾ ടോട്ടൽ എടുത്തു കഴിയുമ്പോൾ എത്രയാണോ നമുക്ക് വരുന്നത്, ഇപ്പോൾ ഒരു 8.5 അല്ലേ, അതിൻ്റെ ഏകദേശം പകുതിയൊക്കെ വെച്ചിട്ടാണ് ഇവിടെ നമ്മൾ മാർക്കിങ് കൊടുക്കുന്നത് കേട്ടോ. ഈ ആം ഹോൾ റൗണ്ടിൻ്റെ പകുതി വെച്ചിട്ടായിരിക്കും നമ്മൾ ഇവിടുത്തെ ഈ ഒരു ലൈൻ കണ്ടുപിടിക്കുന്നത്, ഈ ഡാർട്ട് പിടിക്കുന്ന ഈ ഒരു ലൈൻ കണ്ടുപിടിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ എടുത്തേക്കുന്നത് 4.5 ഇഞ്ചാണ്. അപ്പോൾ 4.5 ഇഞ്ചിൽ നിന്ന് നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തു. ഇവിടെ ഒരു ശകലം ഒരു 1/4 ഇഞ്ച് താത്തി ഇതുപോലെയും കൂടെ ഒന്ന് ഒരു ഡാർട്ടിന് വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അതിനുശേഷം ഇങ്ങനെ മാർക്ക് ചെയ്ത് വന്നിട്ട് ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം നമ്മളത് ഇങ്ങനെ ഒരു ബെൻഡ് കൊടുക്കും. എന്നാലേ നമ്മുടെ ആ ഒരു ബസ്റ്റിൻ്റെ അവിടുത്തെ ആ ഒരു ഷേപ്പിൽ ഈ സംഭവം കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെയായിരിക്കും നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ ഇങ്ങനൊരു ബെൻഡ് നമ്മൾ വരച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ ഇവിടുത്തെ മാർക്കിങ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ വേസ്റ്റ് എന്ന് പറയുന്നത് 24 ആണ്. അപ്പോൾ 24/4 കൊടുക്കുമ്പോൾ 6 ഇഞ്ചാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ ബാലൻസ് ഇവിടെ 3 ഇഞ്ച് മെഷർ ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇവിടെ 3 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇങ്ങോട്ടേക്ക് നമ്മൾ 2 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് എക്സ്ട്രാ സീം അലവൻസ് കൊടുക്കുന്നത്. ആ 2 ഇഞ്ചിനെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയെ. ഇവിടെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്ത്. അപ്പോൾ നമ്മൾ നേരത്തെ സീം അലവൻസ് 2 ഇഞ്ച് മാർക്ക് ചെയ്തേക്കുന്നത് ഇവിടെയാണ്. ഈ എക്സ്ട്രാ ഒരു 1/2 ഇഞ്ച് ഇവിടെ വന്നിട്ടുണ്ട്. ഈ വന്നേക്കുന്ന 1/2 ഇഞ്ച് നമുക്ക് ആവശ്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇവിടുന്ന് ഒരു 1/2 ഇഞ്ച് കട്ട് ചെയ്ത് പോകും. അപ്പോൾ ആ പോർഷൻ മേക്കപ്പ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ പോർഷൻ യൂസ് ചെയ്യുന്നത്. ഇവിടുന്ന് ഒരു 1/2 ഇഞ്ച് നമ്മൾ കട്ട് ചെയ്ത് ഈ ഡാർട്ട് ഇവിടുന്ന് പിടിക്കുമ്പോൾ കട്ട് ചെയ്ത് പോകും. അപ്പോൾ അതിനനുസരിച്ച് ഇവിടെ തുണി കുറയാതിരിക്കാനായിട്ട് ഈ 1/4 ഇഞ്ച് നമ്മൾ യൂസ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഡൗട്ടൊക്കെ മാറുമല്ലോ. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇതാണ് ഫ്രണ്ട് പോർഷൻ്റെ കട്ടിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഈ ഫ്രണ്ട് പോർഷനിൽ നമ്മൾ കപ്പ് വെക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്തെടുത്ത തുണി അങ്ങനെ തന്നെ വേറൊരു പീസിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണേ. ഇതുപോലെ നമ്മൾ എല്ലാ പീസിനും കട്ട് ചെയ്തെടുക്കണം. 20 ഇഞ്ച് നീളമാണ് വീതിയാണത്. എങ്ങനെയോ 1.5 ഇഞ്ച് വീതി 20 ഇഞ്ച് നീളമുള്ള പീസ് കൂടെ നമ്മൾ വെട്ടിയെടുക്കുന്നുണ്ട്. ഇത് 2 ലെയറാട്ടോ, 2ആയിട്ട് മടക്കിയിട്ടേക്കുവാണ്. ഇത് നമ്മൾ താഴത്ത് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഏറ്റവും അടിയിൽ ഒരു പടി വെച്ച് മടക്കി അടിക്കൂലേ, എൻഡ് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ബ്ലൗസിൻ്റെ ഏറ്റവും താഴത്തെ ഭാഗം കട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ സ്ലീവിന് വേണ്ടിയിട്ട് നമ്മൾ തുണി ഇതുപോലെ 4ആയിട്ട് മടക്കിയിടണം. 4ആയിട്ട് മടക്കിയിട്ടതിന് ശേഷം വേണം. അപ്പോൾ നമുക്ക് 2 സ്ലീവ് ഒരുപോലത്തെ കിട്ടും. അപ്പോൾ നമ്മൾ തുണിയുടെ ബാലൻസ് പീസ് 4ആയിട്ട് ഇതുപോലെ മടക്കിയിട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കണം. സ്ലീവിൻ്റെ ലെങ്ത് എന്ന് പറയണത് 9.5 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ നമ്മൾ തയ്യൽത്തുമ്പ് എല്ലാം കൂടെ ചേർത്ത് 10.5 ഇഞ്ച്, 1 ഇഞ്ച് എക്സ്ട്രാ നമ്മൾ ഇവിടുത്തെ തയ്യൽത്തുമ്പിനും ഇവിടുത്തെ തയ്യൽത്തുമ്പിനും വേണ്ടിയിട്ട് 1/2 ഇഞ്ച് വെച്ച് നമ്മൾ ഇട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ 10.5 ഇഞ്ച് നമ്മൾ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. 10.5 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം സ്ലീവിൻ്റെ വീതി എന്ന് പറയുന്നത് നമ്മുടെ ചെസ്റ്റ് എത്രയാണോ 30 / 4 7.5 ഇഞ്ചാണ് വരുന്നത്. അത് എത്രയാണോ അത്രയും തന്നെ നമ്മൾ ഇങ്ങോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം. 7.5 ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്തു. നമ്മളിവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇതുപോലെ തന്നെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ 7.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 7.5 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഇവിടുത്തെ ഈ ലൈനിൽ നിന്ന് നമ്മൾ 4 ഇഞ്ച് താഴത്തേക്ക് ഇറക്കുന്നുണ്ട്. പലരും പല അളവുകൾ ഇറക്കുന്നതായിട്ട് പറയുന്നത് കേൾക്കാം. ഞാൻ 4 ഇഞ്ചാണ് 3/4 സ്ലീവ് വരുന്ന കേസിൽ ഇറക്കുന്നത്. അതിനുശേഷം ആ 4 ഇഞ്ചിലേക്ക് ഇതുപോലൊരു സ്ലീവ് മാർക്ക് ചെയ്ത് ഇങ്ങനത്തെ ഒരു ഷേപ്പിൽ ഒരു സ്ലൈറ്റ് എസ് ഷേപ്പിൽ മാർക്ക് ചെയ്ത് കൊടുക്കും. അതിനുശേഷം താഴത്തെ പോർഷനിൽ എൻ്റെ സ്ലീവിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് 9 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ 4.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കും. 1.5 ഇഞ്ച് തയ്യൽത്തുമ്പം കൊടുക്കും. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ യോജിപ്പിച്ച് കൊടുക്കും. നമ്മുടെ സ്ലീവിൻ്റെ കട്ടിങ്ങും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ.
ഇനി നമ്മൾ മെയിൻ ക്ലോത്ത് കട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന പീസുകളൊക്കെ നമുക്കുണ്ടല്ലോ, അത് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് അതുപോലെ തന്നെ കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ബാക്കിന് വേണ്ടി കട്ട് ചെയ്ത് വെച്ചേക്കുന്ന പീസ് ഇതാണ്. അപ്പോൾ ഇത് നമുക്ക് അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുക അതിൻ്റെ പൊക്കത്തേക്ക്. അപ്പോൾ നമ്മൾ സ്ലീവ് ഈ പട്ടയുടെ പോർഷനിലിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ക്യാൻവാസിലാണ് ഈ ബാക്കിലെ ത്രികോണം കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യമേ തന്നെ 4 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ത്രികോണത്തിൻ്റെ മേളിലേക്കൊരു 4.5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇവിടെ 4 ഇഞ്ച് മാർക്ക് ചെയ്ത് 4.5 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിൻ്റ് തമ്മിൽ നമ്മൾ യോജിപ്പിച്ച് ഒരു ത്രികോണ ഷേപ്പിൽ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ചുറ്റിനേക്ക് 1 ഇഞ്ച് വീതിയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തേക്കുവാണ്. ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഈ അകത്തുനിന്നും കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ത്രികോണം കിട്ടി. ഈ ഒരു വലുപ്പത്തിലിരിക്കും കേട്ടോ നമ്മുടെ ബാക്കിൽ ത്രികോണം ഉണ്ടാവുന്നത്. എന്നിട്ട് നമ്മൾ 3.5 ഇഞ്ചാണ് കഴുത്തകലാൻ ബാക്ക് കഴുത്തിന് എടുത്തേക്കുന്നത്. ബാക്ക് നമ്മൾ ഫിനിഷ് ചെയ്യുന്നത് ക്രോസ് ഇട്ടിട്ടാണ്. അപ്പോൾ ഫ്രണ്ടിൽ നമ്മളിപ്പോൾ ഒരു 3.25 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കും. എന്താണെന്ന് വെച്ചാൽ ആ ഒരു തയ്യൽ തുമ്പും കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം ഇതിലേക്ക്. അപ്പോൾ 3.25 ഇഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി താഴത്തേക്ക് നമ്മളൊരു 5 ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ 5 ഇഞ്ച് എടുത്തതിന് ശേഷം ഞാനൊരു റൗണ്ട് ഷേപ്പാണ് കൊടുക്കുന്നത്. ഒരു സ്ക്വയർ യു പോലത്തൊരു ഷേപ്പാണ്. അതിനുശേഷം നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു 1 ഇഞ്ചിൽ എക്സ്ട്രാ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് അകത്തുള്ള എക്സസ് ആയിട്ടുള്ള പോർഷനൊക്കെ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രണ്ട് നെക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അയൺ ചെയ്ത് കൊടുക്കുകയാണ്. ലൈനിങ്ങിൻ്റെ ബാലൻസ് പീസിലേക്ക് ഇതുപോലെ നമ്മൾ അയൺ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ബാക്കിൽ നമ്മൾ വെക്കുന്ന ത്രികോണവും ഇതുപോലെ അയൺ ചെയ്തെടുക്കുകയാണ്. റോ എഡ്ജെല്ലാം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി അടിപൊളിയായിട്ട് എടുക്കണം കേട്ടോ. പിന്നെ നമ്മളൊരു ക്രോസ് വെട്ടിയെടുക്കുകയാണ്. നമ്മൾ ബാക്ക് പീസ് ഫിനിഷ് ചെയ്യുന്നത് ക്രോസ് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ക്രോസ് ഇതുപോലെ വെട്ടിയെടുക്കണം. ക്രോസ് എങ്ങനെയാണ് വെട്ടേണ്ടതെന്ന് അറിയാൻ മേലാത്തവർക്ക് വേണ്ടി പറയുവാണ്. ജസ്റ്റ് ഇത് ഇതുപോലെ ഒന്ന് സ്ട്രെച്ച് ആവുന്ന തുണി വേണം കേട്ടോ നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട്. അതായത് മറ്റേ സ്ലാൻഡിങ് ആയിട്ട് കിടക്കുന്ന പോർഷനിലെ തുണി എടുത്തിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് വലിച്ചു നോക്കണം. അപ്പോൾ അതായിരിക്കും കേട്ടോ ക്രോസ്. ഇനി നമുക്ക് മെയിൻ ക്ലോത്തിലേക്ക് ലൈനിങ് എല്ലാം അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ആദ്യം തന്നെ നമ്മൾ എടുത്തേക്കുന്നത് ബാക്കാണ്. ബാക്ക് ഫുള്ളും ഫിനിഷ് ചെയ്തിട്ടാണ് നമ്മൾ ഫ്രണ്ട് പോർഷനിലേക്ക് കടക്കുന്നത് കേട്ടോ. അപ്പോൾ ബാക്കിൽ ഇതുപോലെ നമുക്ക് എല്ലാ സൈഡും ഒന്ന് അടിച്ചെടുക്കാം. അടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പേൾപ്പിനൊക്കെ കുത്തിയിട്ട് വേണം അടിക്കാനായിട്ട്, ഇല്ലെങ്കിൽ ഒരു കുടുക്കം വരാൻ സാധ്യതയുണ്ട് ജോർജറ്റ് ആയതുകൊണ്ട്. ഇനി നമുക്ക് ക്യാൻവാസിൻ്റെ ത്രികോണ ഷേപ്പ് കൊടുക്കാനുള്ള ക്യാൻവാസിൻ്റെ സൈഡൊക്കെ ഇതുപോലെ ഒന്ന് അടിച്ച് അടിപൊളിയാക്കി എടുക്കാം. എന്നിട്ട് നമ്മൾ വെക്കേണ്ട കറക്റ്റ് പൊസിഷനിലോട്ട് ഇതുപോലെ വെച്ച് കൊടുക്കണം. വെച്ച് കൊടുത്തതിന് ശേഷം പേൾപ്പിനെല്ലാം വെച്ച് നമ്മൾ സെക്യൂർഡ് ആക്കി കൊടുക്കണം. കാരണം സെൻറ്റർ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ത്രികോണം കാണാൻ ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ സെൻറ്റർ ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ പേൾപ്പിന് കറക്റ്റായിട്ട് സെൻറ്ററിലേക്ക് വെച്ച് കുത്തി വയ്ക്കുകയാണ്. ഇത് മാറിപ്പോകാതിരിക്കാനായിട്ട്. കറക്റ്റ് സെൻറ്റർ അല്ലേ ഞാൻ അളന്ന് നോക്കുകയാണ് കേട്ടോ. അങ്ങനെ അളന്ന് നോക്കിയതിന് ശേഷം നമ്മൾ ഇത് അകത്ത ഈ ഒരു പോർഷൻ, അതായത് ക്യാൻവാസ് ഇല്ലാത്ത ഭാഗത്തു കൂടിയാണ് നമ്മൾ ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കുന്നത്. ക്യാൻവാസിൻ്റെ കറക്റ്റ് സൈഡിൽ വെച്ചിട്ട് ഇതുപോലെ നമ്മൾ 3 വശവും ട്രയാങ്കിളിൻ്റെ 3 വശവും ഇതുപോലെ നമ്മൾ അടിച്ചെടുക്കണം കേട്ടോ. അടിച്ചെടുത്തതിന് ശേഷം നമ്മൾ അകത്തുനിന്ന് ഈ ഒരു പോർഷൻ കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. കട്ട് ചെയ്തെടുത്തതിന് ശേഷം ട്രയാങ്കിളിൻ്റെ 3 മൂലയിലും നമ്മൾ നന്നായിട്ട് വെട്ടിക്കൊടുക്കണം. കണ്ടോ, ആ ഒരു 3 മൂലയും നമ്മൾ ഇതുപോലെ ഒന്ന് ഉള്ളിലോട്ട് വെട്ടിക്കൊടുക്കുകയാണ്. വെട്ടിക്കൊടുത്തതിന് ശേഷമേ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ, ഇല്ലെങ്കിൽ നമുക്ക് നീറ്റായിട്ട് തിരിച്ചെടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അതായത് നമുക്ക് ഇതുപോലെ ഒന്ന് അകത്തേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കുകയാണ്. നന്നായിട്ട് അയൺ ചെയ്തെടുക്കുമ്പോൾ നല്ല വൃത്തിക്ക് നമുക്ക് ആ ഒരു ട്രയാങ്കിൾ കിട്ടും. അപ്പോൾ നമ്മൾ നന്നായിട്ട് അയൺ ചെയ്തെടുത്തിട്ട് നമ്മൾ ആ മേളിലോട്ട് നിൽക്കുന്ന ആ ത്രികോണ ഷേപ്പ് ഉണ്ടല്ലോ, അതൊന്ന് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുവാണ്. അതിൻ്റെ ആവശ്യമില്ല നമുക്ക്.
ഇനി നമ്മൾ കഴുത്ത് ഫിനിഷ് ചെയ്യുകയാണ്. ബാക്കിനൊക്കെ നമ്മൾ ക്രോസ് വെച്ചാണ് ഫിനിഷ് ചെയ്യണമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ക്രോസ് വെച്ചത് ഇതുപോലെ നമ്മൾ ഫിനിഷ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ആദ്യമേ തന്നെ ക്രോസ് പീസ് ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുത്തതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കട്ടിട്ട് കൊടുക്കണം. എന്നാലേ അത് തിരിഞ്ഞ് വരുള്ളൂ. നല്ല കറക്റ്റായിട്ട് അടിപൊളിയായിട്ട് തിരിഞ്ഞ് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം കട്ടിട്ട് കൊടുക്കുകയാണ്. അതിന് ശേഷം നമ്മൾ ക്രോസ് പീസ് ഒന്ന് മടക്കി അടിക്കും കേട്ടോ. ഇതുപോലെ ഒന്ന് മടക്കി അടിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ തുന്നിയാണ് ക്രോസ് പീസ് വെക്കുന്നത്. ഇനി നിങ്ങൾക്ക് അടിച്ച് വെക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടിച്ച് വെക്കാം, എന്നാലും തുന്നി വെക്കുന്നതാണ് ഫിനിഷിങ് എപ്പോഴും. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കി അടിച്ചു കൊടുക്കുക ആദ്യമേ തന്നെ. അപ്പോൾ നമ്മുടെ ബാക്ക് പോർഷൻ്റെ പണിയെല്ലാം നമ്മൾ തീർത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൈക്ക് ലൈനിങ് വെച്ച് കൊടുക്കാം. അല്ല, കൈക്ക് ലൈനിങ് വെച്ച് കൊടുക്കുന്നത് അടിച്ച് മറിച്ചെടുക്കുകയാണ് കേട്ടോ ലൈനിങ്. അപ്പോൾ ഇതുപോലെ ഒന്ന് നമുക്ക് റോങ് സൈഡിൽ വെച്ച് ഇതേപോലെ ഒരു ഒറ്റ അടിപ്പ് കൊടുത്തേച്ചും ഇതുപോലെ തിരിച്ചെടുക്കുമ്പോൾ നല്ല വശത്തിന് അടിയിലായിട്ട് നമുക്ക് ലൈനിങ് കിട്ടും. അതിനുശേഷം എൻഡ് പോർഷൻ ഉണ്ടല്ലോ ആ സ്ലീവിൻ്റെ അവിടെയൊക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് ഇരുത്തി അടിച്ച് കൊടുക്കണം കേട്ടോ. ഇരുത്തി അടിച്ച് കൊടുത്തതിന് ശേഷം സ്ലീവിൻ്റെ എല്ലാ ഭാഗത്തും ഇതുപോലൊന്ന് കറക്റ്റായിട്ടൊന്ന് വെച്ചൊന്ന് അടിച്ചെടുക്കണം. ഇല്ല എങ്കിൽ ജോർജറ്റും ക്രേപ്പും ആയതുകൊണ്ട് തന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ടൊന്ന് എല്ലാ സൈഡിലും ഒന്ന് അടിച്ചെടുക്കാം. അതിന് ശേഷമാണ് നമ്മൾ ഫ്രണ്ട് പോർഷൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ബാക്കും സ്ലീവും റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രണ്ടാണ് ചെയ്യുന്നത്. ഫ്രണ്ടിൻ്റെ മെയിൻ ക്ലോത്തിൻ്റെ താഴത്തേക്ക് എല്ലാ ലൈനിങ്ങും നമ്മൾ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം പ്രിൻസസ് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇങ്ങനെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം പ്രിൻസസ് നമ്മൾ നല്ല കറക്കി എടുക്കണം. കുത്തി നിർത്തി കറക്കി എടുക്കുമ്പോൾ നല്ല കറക്റ്റായിട്ട് നമുക്ക് പ്രിൻസസ് ജോയിൻ ചെയ്തെടുക്കാൻ പറ്റും. ഇല്ല എങ്കിൽ അവിടെ ഇങ്ങനെ കുടുക്കവും ചുളുക്കും ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വരാതെ നിങ്ങളിങ്ങനെ കറക്റ്റായിട്ട് കറക്കി എടുത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ പ്രിൻസസ് ജോയിൻ ചെയ്യാൻ നേരം നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ നമ്മൾ 2 തവണ പ്രിൻസസിൻ്റെ അവിടെ ഒന്ന് അടിച്ചു കൊടുക്കണം. കാരണം നന്നായിട്ട് നല്ല ബലത്തിലിരിക്കേണ്ട ഒരു സ്ഥലമാണ് അവിടെ. അപ്പോൾ അതായത് നമ്മൾ ഇതുപോലെ പ്രിൻസസ് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി 2 സൈഡിൽ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കണം കേട്ടോ. ഒരു സൈഡ് കഴിഞ്ഞു, ഇനി രണ്ടാമത്തെ സൈഡ് നമുക്ക് അതുപോലെ തന്നെ അടിച്ചെടുക്കുക. അപ്പോൾ അതായത് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അവിടെ അയൺ ചെയ്തതിന് ശേഷം നമ്മൾ കപ്പ് വെക്കുന്നുണ്ട് ഈ ബ്ലൗസിൽ. അപ്പോൾ കപ്പ് വെക്കാനുള്ള പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്യുവാണ്. എനിക്ക് നല്ല ഹൈറ്റ് കുറവാണ്, അതുകൊണ്ട് 9 ഇഞ്ചിലാണ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അത്യാവശ്യം മീഡിയം ഹൈറ്റ് ഉള്ളവർക്ക് 9.5 ഇഞ്ചിലും നല്ല ഹൈറ്റ് ഉള്ളവർക്ക് 10 ഇഞ്ചിലുമാണ് ഈ മാർക്കിങ് കൊടുക്കേണ്ടത്. അതിനുശേഷം ഞാൻ 30 സൈസിൻ്റെ കപ്പാണ് എടുത്തേക്കുന്നത്. 30 സൈസിൻ്റെ കപ്പിൽ ഇതുപോലെ തന്നെ സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുക്കണം. സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ആ സെൻറ്റർ ഭാഗം വേണം നമ്മൾ ഈ പോയിന്റിലേക്ക്, അതായത് 9 ഇഞ്ച് ഇടകളപ്പെടുത്തി വെച്ചിട്ടുണ്ടല്ലോ അതിലേക്ക് നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് വേണം തുന്നാനായിട്ട്. തുന്നുമ്പോഴത്തേനും നമ്മൾ മെയിൻ ക്ലോത്തിൽ കയറ്റി ഒരിക്കലും തുന്നരുത്. മെയിൻ ക്ലോത്തിൽ കയറ്റിയിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു കുടുക്കാൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് മെയിൻ ക്ലോത്തിൽ കൊള്ളാതെ വേണം നമ്മൾ തുന്നി കൊടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ നമുക്ക് 2 കപ്പ് ഇതുപോലൊന്ന് തുന്നി കൊടുക്കാം. നമ്മൾ ശരിക്കും കപ്പ് അറ്റാച്ച് ചെയ്ത് വെക്കുന്നത് ലൈനിങ്ങിലേക്കാണ്. ഇത് ജസ്റ്റ് പൊസിഷൻ മാറി പോകാതിരിക്കാൻ വേണ്ടി മാത്രം ഇങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എക്സ്ട്രാ ഒരു ലൈനിങ്ങും കൂടി ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. ആ ലൈനിങ് ഇതുപോലൊന്ന് കപ്പ് കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ലൈനിങ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് അത് ഇതിൻ്റെ മേളിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം 4 സൈഡും ഒന്ന് അടിച്ചു കൊടുക്കാം. പിന്നെ കപ്പ് വെക്കാൻ ആഗ്രഹമില്ലാത്തവർ ഈ ഒരു പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഈ കപ്പ് വെക്കുന്നതും എക്സ്ട്രാ ലൈനിങ് വെക്കുന്നതുമായിട്ടുള്ള പോർഷൻ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതായത് നമ്മൾ ഇനിയിപ്പോൾ എല്ലാ വശങ്ങളും ഒക്കെ ഒന്ന് അടിച്ചു കൊടുത്തതിന് ശേഷം കപ്പിൻ്റെ ഈ ഒരു പോർഷനും കൂടെ നമ്മൾ അടിച്ച് കപ്പിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. കുറച്ചൊന്ന് പാടാണിത് ചെയ്യാനായിട്ട്. നല്ല എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഇത് നീറ്റായിട്ട് ചെയ്യാൻ പറ്റുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കാരണം നമ്മൾ ട്രൈ ചെയ്ത് കഴിയാൻ നേരം നമുക്കത് ചെയ്യാൻ പറ്റും. ചെയ്യാൻ പറ്റാത്ത കാര്യമൊന്നുമല്ല, ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അതായത് നമ്മൾ ഇതുപോലെ ഒന്ന് നോക്കി ഇതുപോലെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം കപ്പിലേക്ക്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ടൊന്ന് എടുത്തേച്ച് ഞാനത് അവിടേക്കും കറക്റ്റായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ എടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഏതിലും വഴിയാണ് അടിക്കേണ്ടതെന്നൊരു ഡൗട്ട് തോന്നും. അങ്ങനെ തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട് കറക്റ്റായിട്ടൊന്ന് മാർക്ക് ചെയ്തൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ക്ഷമയോടുകൂടി പയ്യെ സമയം എടുത്ത് ധൃതിയൊന്നും ഇല്ലാതെ ഒന്ന് ചെയ്ത് നോക്കാമെങ്കിൽ കപ്പൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് പിടിപ്പിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അത് ഇതുപോലൊന്ന് അടിച്ചെടുക്കുവാണ് കപ്പ്. അപ്പം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ലൈനിങ്ങിൽ കപ്പ് അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് മെയിൻ ക്ലോത്തിൽ ഒരിക്കലും അടി കൊള്ളാൻ പാടില്ല. മെയിൻ ക്ലോത്തിൽ അടി കൊള്ളാതെ വേണം ഇത് അടിച്ചെടുക്കാനായിട്ട്. ലൈനിങ്ങിൽ മാത്രമായിരിക്കണം നമ്മുടെ ഇപ്പോഴത്തെ ഈ അടി കൊള്ളേണ്ടത്. കപ്പൽ ലൈനിങ് മാത്രമായിട്ട് വേണം ഇതൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ അതേ നമ്മൾ അറ്റാച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ തിരിച്ചെടുക്കാൻ നേരെ എനിക്കൊരു ചെറിയ കുടുക്കം നിങ്ങൾക്ക് കാണാൻ പറ്റും. അതെന്താണെന്ന് വെച്ചാൽ കപ്പും ലൈനിങ്ങും കൂടെ അറ്റാച്ച് ചെയ്ത സമയത്ത് അവിടെ ഒരു അടി കൊണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ അടി ഞാൻ ഒന്ന് മാറ്റിയെടുക്കുകയാണ്. അപ്പോൾ അതെല്ലാം നമ്മൾ മാറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഇപ്പോൾ കപ്പ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കപ്പ് നമ്മൾ വെച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 4 സൈഡും എല്ലാ വശങ്ങളും ഒന്ന് അടിച്ച് കൊടുക്കണം, ലൈനിങ്ങും മെയിൻ ക്ലോത്തും ആയിട്ട്. ഇനി നമ്മൾ ഫ്രണ്ട് നെക്കാണ് കേട്ടോ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഫ്രണ്ട് നെക്ക് നമ്മൾ കൊടുക്കുന്നതിന് മുന്നേ ആയിട്ട് സെൻറ്റർ ഭാഗം ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം.
സൈഡിലേക്കൊന്നും ചരിഞ്ഞു പോകാതിരിക്കാനായിട്ട് സെൻറ്റർ കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഫ്രണ്ട് കഴുത്തും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അതിന് മുമ്പേ നമ്മൾ ആദ്യമായിട്ട് തന്നെ സെൻറ്ററിൽ ഇതേപോലെ ഒരു അടിപ്പ് കൊടുക്കും കേട്ടോ. എന്താണെന്ന് വെച്ചാൽ സെൻറ്ററിൽ ഇങ്ങനെ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ അത് മാറിയൊന്നും പോകത്തില്ല. ക്യാൻവാസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ സാധാരണഗതിയിൽ ക്യാൻവാസ് അടിച്ച് മറിക്കുന്ന പോലെ തന്നെ ക്യാൻവാസിൽ കൊള്ളാതെ നമ്മൾ സൈഡ് വഴി അടിച്ച് എടുക്കുവാണ്. ഇനി എന്നിട്ട് നമ്മൾ ഇതുപോലെ തന്നെ നമ്മൾ ബാക്ക് കഴുത്ത് ചെയ്തതുപോലെ തന്നെയാണ് ഇത് ചെയ്യുന്നത്. എക്സ്ട്രാ ഉള്ള പീസ് കട്ട് ചെയ്ത് മാറ്റും. ഇടക്കിടക്ക് ഓരോ കട്ട് വെച്ച് കൊടുക്കും. കട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ഇരുത്തി അടിച്ച് കൊടുക്കും കേട്ടോ. നെക്ക് നീറ്റായിട്ട് തിരിഞ്ഞു വരാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഇരുത്തി അടിച്ച് കൊടുക്കുന്നത്. അങ്ങനെ ഇരുത്തി അടിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്രണ്ട് ഭാഗം നീറ്റായിട്ട് കിട്ടും കേട്ടോ. അത് ഇതുപോലെ കിട്ടും. ഈ ഒരു സമയത്ത് നമുക്ക് നമ്മുടെ മേത്ത് വെച്ച് നോക്കാവുന്നതാണ്. കറക്റ്റായിട്ട് നമുക്കെല്ലാം കിട്ടിയിട്ടില്ല എന്നറിയാനായിട്ട് വെച്ച് നോക്കാവുന്നതാണ്. എന്തെങ്കിലും കട്ടിങ്ങോ കാര്യങ്ങളോ ഒക്കെ എക്സ്ട്രാ കട്ട് ചെയ്ത് കൊടുക്കണമെങ്കിൽ ഈ സമയത്ത് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി അതിന് ശേഷം നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ്. ഷോൾഡർ ജോയിൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ബാക്ക് പീസിൻ്റെ ക്രോസിൻ്റെ ആ ഒരു ഭാഗം തുറന്ന് വെച്ചതിന് ശേഷം ഫ്രണ്ട് ഭാഗം അതിനകത്തേക്ക് വെച്ച് കൊടുക്കണത് ഇതുപോലെ. എന്നിട്ട് ആ ക്രോസ് വെച്ച് നമ്മൾ കവർ ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ നീറ്റായിട്ട് ഒരു ഷോൾഡർ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. പെട്ടെന്നാണ് ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു പോകുന്നത്. മനസ്സിലാകാത്തവർ കുറച്ച് സ്പീഡ് കുറച്ചിട്ടൊന്ന് പയ്യെ ഒന്ന് സമാധാനത്തിൽ നോക്കിയാൽ മതിയാവും കേട്ടോ. പിന്നെ ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രണ്ടും ബാക്കും ആം ഹോൾ നമ്മൾ രണ്ടായിട്ടാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ ചില സാധാരണഗതിയിൽ ഒന്ന് കയറി വരാൻ സാധ്യതയുണ്ട്. മിക്കവാറും തന്നെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടാനാണ് സാധ്യത. ഇൻ കേസ് കറക്റ്റായിട്ട് കിട്ടിയില്ലെങ്കിൽ ഈ സമയത്ത് നമ്മളതൊന്ന് ട്രിം ചെയ്ത് മാറ്റണം കേട്ടോ. അപ്പോൾ അതായത് നമ്മളത് ട്രിം ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നതിന് മുന്നേ സ്ലീവിൻ്റെ ഉൾഭാഗം ഫ്രണ്ട് ഭാഗം ഒന്ന് കുഴിച്ച് വെട്ടണം കേട്ടോ. അപ്പം ഈ കുഴിച്ച് വെട്ടുന്ന ഭാഗം തന്നെ നമ്മൾ ഫ്രണ്ടായിട്ട് യൂസ് ചെയ്യണം, മാറിപ്പോകരുത്. അതുകൊണ്ട് മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്ലീവ് അറ്റാച്ച് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് മാത്രമേ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാറുള്ളൂ. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് ഫ്രണ്ട് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്രണ്ട് ആണെന്നൊന്ന് മാർക്ക് ചെയ്തും കൂടെ കൊടുക്കാം കേട്ടോ ആ ഒരു ഭാഗത്ത്. കാരണം മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ബാക്കിൽ നമുക്ക് ടൈറ്റ് ആവും ഷോൾഡർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി നമ്മൾ അറ്റാച്ച് ചെയ്യുന്നതിന് മുന്നേ സെൻറ്റർ ഭാഗം ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം കേട്ടോ. ആ സെൻറ്റർ നമ്മൾ ഷോൾഡറിലേക്ക് വെച്ച് കൊടുക്കണം ആ ഒരു പോർഷൻ. എന്നിട്ട് വേണം നമ്മൾ തയ്ച്ചെടുക്കാനായിട്ട്. ഇനി നമുക്കത് ഇതുപോലെ തന്നെ സെൻറ്ററും കൂടെ വെച്ച് കൊടുത്തതിന് ശേഷം ഫുള്ള് 2 സ്ലീവ് അതുപോലെ ഒന്ന് 2 അടിപ്പ് കൊടുത്ത് അറ്റാച്ച് ചെയ്തെടുക്കണം. അതിന് ശേഷം നമ്മൾ ഫ്രണ്ടിൽ ഭാഗത്തിന് മാത്രം കുറച്ച് എക്സ്ട്രാ ലൈനിങ് മെയിൻ ക്ലോത്ത് നമ്മൾ തുമ്പ് അധികം ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഈ സമയത്ത് അധികം ഇട്ട തുമ്പെല്ലാം കട്ട് ചെയ്ത് മാറ്റാം. ബാക്ക് പോർഷനായിട്ട് ഒന്നിച്ച് ഒത്തു നോക്കാം കറക്റ്റായിട്ട് വന്നിട്ടില്ലേന്ന്. അപ്പോൾ ബാക്ക് ഫ്രണ്ട് നമുക്ക് ഒരുപോലെ ആക്കിയെടുക്കാം ഈ ഒരു സമയത്ത് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം. അപ്പോൾ നമ്മുടെ ഫ്രണ്ടും ബാക്കും ഒക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ബ്ലൗസ് ഏകദേശം തന്നെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഷേപ്പ് വരച്ചു കൊടുക്കാം. ഷേപ്പ് വരച്ചു കൊടുത്തതിന് ശേഷം ഒരു സൈഡിൽ വരച്ചു കൊടുത്തതിന് ശേഷം മറ്റേ വശത്ത് ഇതുപോലെ തന്നെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഒരു സൈഡ് നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റേ സൈഡിൽ ഇതുപോലെ തന്നെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ മറിച്ചിട്ടതിന് ശേഷം നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാൻ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുത്ത് മാർക്ക് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് സ്ലീവും കൂടെ ഒന്ന് ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കാം. സ്ലീവിൻ്റെ അറ്റത്തെ ഷേപ്പ് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ആം ഹോൾ ഓൾറെഡി മാർക്ക് ചെയ്ത് വെച്ചേക്കുന്നതിലേക്ക് ഇങ്ങനെ യോജിപ്പിച്ച് കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ അതായത് നമ്മൾ ഷേപ്പ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടിച്ചു കൊടുക്കാം. അടിച്ചു കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ആം ഹോളിൻ്റെ ഇവിടുത്തെ ഈ 2 അടുപ്പും ഒരുമിച്ചല്ലേ വരുന്നതെന്ന് നോക്കണം. 2 സൈഡിലായിട്ടൊക്കെ ഇരുന്നിട്ടുണ്ട് വൃത്തികേടായിരിക്കും കാണാനായിട്ട്. അപ്പോൾ വൃത്തിയായിട്ട് ഇരിക്കാൻ വേണ്ടി നമ്മൾ അത് 2 യോജിപ്പിച്ച് വെച്ചതിന് ശേഷം വേണം അടിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഒരു സൈഡ് കറക്റ്റായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി മറ്റേ ഭാഗത്ത് നമ്മൾ സിബ് കൊടുക്കുന്ന വശമാണ്. നമ്മുടെ ലെഫ്റ്റ് സൈഡിലാണ് കേട്ടോ നമ്മൾ സിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഷേപ്പ് അതുപോലെ തന്നെ നല്ല വശത്തും ഒന്ന് മാർക്ക് ചെയ്ത് എടുക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ എവിടെയാണ് നമുക്ക് സിബ് അടിച്ച് പിടിപ്പിക്കേണ്ടതെന്നൊരു ധാരണയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ സ്ലീവും ആ ആം ഹോളിൻ്റെ താഴെ വരെ നമ്മൾ ഇതേപോലെ ഒന്ന് ഷേപ്പ് സാധാരണഗതിയിൽ അടിച്ചു കൊടുക്കണം. എന്നിട്ട് അവിടെ കൊണ്ടുവന്നതിന് ശേഷം ഒരു പോയിൻ്റ് എത്തുമ്പോൾ നമ്മൾ ഇതുപോലെ ഈ ഒരു വശത്ത് എത്തുമ്പോൾ കെട്ടിട്ട് നമ്മൾ അവസാനിപ്പിക്കണം കേട്ടോ. ബാക്കി പോർഷനിൽ നമ്മൾ സിബ്ബാണ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത് അടിച്ച വശം കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇനി നമ്മൾ സിബ്ബ് വെക്കേണ്ട ആ ഭാഗം ഞാൻ നേരത്തെ മാർക്ക് ചെയ്തെടുത്തിരുന്നു. അത് എനിക്ക് കാണാൻ പറ്റാത്തതുകൊണ്ട് നന്നായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നതാണ്. ഇനി ആ വരയിൽ കൂടിയാണ് നമ്മൾ സിബ്ബ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ നല്ല വശം തുറന്നെടുത്തതിന് ശേഷം നല്ല വശത്തിലേക്ക് സിബ്ബിൻ്റെ ഈ വായ്ഭാഗം ഇതുപോലെ തുറന്ന് വെക്കണം കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കണം ഞാൻ എങ്ങനെയാണ് സിബ്ബ് വെച്ചേക്കുന്നത് ആ പൊസിഷനിൽ തന്നെ നിങ്ങളും സിബ്ബ് വെച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ ഒന്ന് സിബ്ബ് കറക്റ്റായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം ആ സിബ്ബിൻ്റെ കുരുകുരുന്നിരിക്കുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ അത് നമുക്ക് നന്നായിട്ട് തുറന്ന് വെക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു ഭാഗം നന്നായിട്ട് തുറന്ന് വെച്ചതിന് ശേഷം നല്ല ചേർത്ത് അടിച്ചു കൊടുക്കണം. അപ്പോൾ നല്ല നീറ്റായിട്ട് നമുക്ക് ഇൻവിസിബിൾ സിബ്ബ് പിടിപ്പിച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ 1 സൈഡ് നമ്മൾ ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കുകയാണ്. കുറച്ചൊന്ന് ക്ഷമയോടെയൊക്കെ ചെയ്യണം. 1-2 വട്ടമൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേനും ഇത് എളുപ്പമായിട്ട് നമുക്ക് പിടിപ്പിക്കാൻ പറ്റും കേട്ടോ ഈ സിബ്ബ്.
അപ്പോൾ നമ്മളിതേ വൺ സൈഡ് അടിച്ചെടുത്തിട്ടുണ്ട്, കെട്ടിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി മറ്റേ സൈഡ് നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് അടിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ മറ്റേ സൈഡിൽ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം കറക്റ്റായിട്ട് വെച്ച് കൊടുക്കണം. കറക്റ്റായിട്ട് വെച്ച് കൊടുത്തില്ല എങ്കിൽ സപ്പോസ് ഇത് കയറിയോ ഇറങ്ങിയോ സിബ് പോകുകയാണെങ്കിൽ അവിടെ ഒരു കുടുക്കം വരാൻ ചാൻസ് ഉണ്ട്. അത് ഭയങ്കര വൃത്തികേടായിരിക്കും ആ ഒരു ഭാഗത്ത്. അപ്പോൾ അങ്ങനെ കുടുക്കം വരാതിരിക്കാനായിട്ട് നമ്മൾ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കണം. കറക്റ്റായിട്ട് വെച്ച് കൊടുത്തില്ലെങ്കിൽ പിന്നെ നമ്മൾ അഴിക്കേണ്ടിയൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് അടിച്ചെടുക്കണം. ആദ്യമായിട്ടൊക്കെ ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും നമുക്ക് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കാൻ പറ്റില്ല കേട്ടോ. ഒരുപാട് തവണ ചെയ്ത് എക്സ്പീരിയൻസിൻ്റെ പുറത്താണ് പിന്നെ നമുക്ക് ഒറ്റത്തവണ ചെയ്യുമ്പോൾ തന്നെ അത് ശരിയായി വരുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ തളരരുത് രാമൻകുട്ടി. അപ്പോൾ നമ്മൾ ഇതുപോലെ മറ്റേ സൈഡും കൂടെ ഒന്ന് അടിച്ചെടുക്കണം. ഇങ്ങനെ അടിച്ചെടുത്തതിന് ശേഷം നമ്മൾ ആ ഒരു സിബിൻ്റെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഓപ്പണിംഗ് ഉണ്ട്. സിബിൻ്റെ അങ്ങേയറ്റത്ത് നമുക്കൊരു ഓപ്പൺ ഉണ്ടാവും. ആ ഓപ്പണിനകത്തൂടി അവിടെ നമ്മൾ കണ്ടോ അവിടെ ഒരു തുളയായിട്ടുണ്ട്, സിബ് ഫുൾ ക്ലോസ് ആവാത്തതുകൊണ്ട്. അപ്പോൾ നമ്മൾ ആ വശത്തൂടി വേണം സിബ് പുറത്തേക്ക് എടുക്കാനായിട്ട്. സിബ് പുറത്തേക്ക് എടുത്തതിന് ശേഷം ആ ഒരു വശവും കൂടി നമ്മൾ ക്ലോസ് ചെയ്ത് വിടണം കേട്ടോ. അത് ഇതുപോലെ നമ്മൾ ക്ലോസ് ചെയ്ത് വിടുവാണ്. അപ്പോൾ ആ ഒരു ഭാഗം നമുക്ക് അടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അത് അടഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ സിബ് നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടും. നമുക്കിപ്പോൾ ഒന്ന് തിരിച്ച് നോക്കാം കേട്ടോ. അത് ഇപ്പം ഞാൻ കാണിക്കുന്നുണ്ട്, അത് തിരിച്ച് ഓപ്പണായിട്ട് അടിപൊളിയായിട്ട് വരുന്നത് ഞാൻ കാണിക്കുന്നുണ്ട്. അതെ നോക്കുക, അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ സിബ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എക്സ്ട്രാ ഉള്ള സിബ് അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് സിബിൻ്റെ എൻഡ് ഇതേപോലത്തെ ആ തയ്യൽ തുമ്പ് വെച്ച് നമുക്കൊന്ന് അടിച്ച് ഫിനിഷ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് ഇതുപോലെ നമ്മൾ അടിച്ചൊന്ന് വെക്കുവാണെങ്കിൽ നല്ല നീറ്റായിട്ടിരിക്കുവേ ആ ഒരു വശം. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കി അടിച്ചു കൊടുക്കാം. അതിന് ശേഷം നമ്മൾ ഏറ്റവും താഴത്തെ വശം ഈ സിബും കൂടെ വെച്ചതിന് ശേഷം വേണം ഏറ്റവും ബ്ലൗസിൻ്റെ എൻഡ് പോർഷൻ ഇതുപോലെ ഒന്ന് മടക്കി അടിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ അതായത് നമ്മൾ ആ പീസ് വെച്ച് അടിച്ചു കൊടുത്തു. ഇനി നമുക്ക് ഒന്ന് പതിച്ചും കൂടെ അടിക്കണം കേട്ടോ. ഇവിടെ പതിച്ചും കൂടെ അടിച്ചാലേ നമുക്ക് നീറ്റായിട്ട് അത് തിരിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ പതിച്ചടിച്ചു. ഇത് ഫ്രണ്ട് ചെയ്ത പോലെ തന്നെ ബാക്ക് നമ്മൾ ചെയ്യണം കേട്ടോ. ബാക്ക് നമ്മൾ ചെയ്തതിന് ശേഷം ഇതുപോലെ നമ്മൾ ആ ഒരു പീസ് നല്ല നീറ്റായിട്ട് തിരിച്ചെടുക്കണം. റോയഡ്ജ് ഒന്നും പുറത്ത് കാണാത്ത തരത്തിൽ നല്ല നീറ്റായിട്ട് തിരിച്ചെടുത്ത് കൊടുത്തതിന് ശേഷം അവിടെയും കൂടി നമ്മൾ നല്ല നീറ്റായിട്ടൊന്ന് അടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. വേണം എന്നുള്ളവർക്ക് ആ ഭാഗം തുന്നാനായിട്ട് യൂസ് ചെയ്യാം. തുന്നി അത് ഫിനിഷ് ചെയ്യാൻ പറ്റും. അല്ലാത്തവർക്ക് ഇതേപോലെ അടിച്ചെടുത്താലും കുഴപ്പമില്ല. അപ്പോൾ അതായത് നമുക്ക് ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ എല്ലാ സൈഡും ഒന്ന് ഫിനിഷ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ബ്ലൗസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു അടിപൊളി ബ്ലൗസാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഫൈനൽ ലുക്ക് നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.